ഹായ്, ഐ എം സമീഹ ഫ്രം ജോവിസ് പെർഫെക്റ്റ് അക്കാദമി. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് നമ്മൾ സെൻറ്റൻസുകളിൽ വരുത്തുന്ന മിസ്റ്റേക്സുകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ കോമൺ പ്രപ്പോസിഷൻ മിസ്റ്റേക്സ്. സാധാരണ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഇന്ന്, ഓണ്, അറ്റ്, അണ്ടർ, ഓവർ, ബിറ്റ്വീൻ, ഡ്യൂറിങ്, സിൻസ്, ഇതൊക്കെ എന്താണ് പ്രപ്പോസിഷൻസുകളാണ്. പക്ഷേ പലരും സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ അതൊരു സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ പ്രപ്പോസിഷൻസുകൾ കറക്റ്റായിട്ടായിരിക്കില്ല യൂസ് ചെയ്യേണ്ടാവുക, ഈവൻ ഇൻ അഡ്വാൻസ് സ്പീക്കേഴ്സിന് പോലും. അപ്പോൾ അതിനെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു കോമൺ മിസ്റ്റേക്സ് വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ സാധാരണ നമ്മൾ ഇങ്ങനത്തെയുള്ള സെൻറ്റൻസുകൾ പറയാറുണ്ട് അല്ലേ. ഐ വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദി പ്രോബ്ലം. ഷി ഈസ് മാരീഡ് വിത്ത് എ ഡോക്ടർ. ഐ വാണ്ട് ടു ഓർഡർ ഫോർ എ പിസ്സ. സോ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. പക്ഷേ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്. ഓക്കെ, ദീസ് ആർ ഇൻകറക്റ്റ് സെൻറ്റൻസസ്. സാധാരണ ഇത് ഇൻകറക്റ്റ് ആവാനുള്ള കാരണം അബൌട്ട്, വിത്ത്, ഫോർ ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള മിസ്റ്റേക്സ് ആണ് സാധാരണ എല്ലാവർക്കും വരാം. കുറച്ചിപ്പോൾ ഇന്ന്, അതേപോലെ ഓവർ, ബിറ്റ്വീൻ, ബിഹൈൻഡ്, ഇതൊക്കെ അണ്ടർ എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും വരുന്ന മിസ്റ്റേക്സ് എപ്പോഴും പ്രപ്പോസിഷൻസുകളിൽ ഇങ്ങനത്തെ പ്രപ്പോസിഷൻസുകളൊക്കെയാണ് യൂസ് ചെയ്യുമ്പോഴാണ് വരാറ്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഭയങ്കര സൂപ്പർ കൺഫ്യൂസിങ് ആണ് പ്രപ്പോസിഷൻസ് നമ്മൾ സെൻറ്റൻസുകളിൽ വരുമ്പോൾ അല്ലേ. അപ്പോൾ അത് അഡ്വാൻസ് സ്പീക്കേഴ്സിന് പോലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഈസി മിസ്റ്റേക്സ് ക്ലാസ് ആണ് കേട്ടോ. അതായത് മിസ്റ്റേക്സ് നമ്മൾക്ക് ഈസി ആയിട്ട് എങ്ങനെ പ്രപ്പോസിഷൻസുകളിൽ മാറ്റാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ക്ലാസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യം പ്രപ്പോസിഷൻസ് ദാറ്റ് ആർ നോട്ട് നീഡഡ്. നമുക്ക് അൺനെസസറി ആയിട്ടുള്ളടത്ത് ചിലർ കൊണ്ടുപോയിട്ട് പ്രപ്പോസിഷൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്നുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ദെൻ റോങ് പ്രപ്പോസിഷൻസ് ചോയ്സ് ചെയ്യാറുണ്ട് എല്ലാവരും. സെൻറ്റൻസുകൾ വരുമ്പോൾ കറക്റ്റായിട്ട് അറിയാണ്ട് നമ്മൾ തെറ്റായിട്ടുള്ള പ്രപ്പോസിഷൻസുകൾ, ഇപ്പോൾ ഓൺ എന്ന് വന്നോടുത്ത് ഇന്ന് യൂസ് ചെയ്യുക, എബൌട്ട് എന്ന് വന്നോടുത്ത് ദർ യൂസ് ചെയ്യുക, അങ്ങനെ തെറ്റായിട്ടുള്ള പ്രപ്പോസിഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സെൻറ്റൻസുകളിൽ. അപ്പോൾ അതാണ് സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നമ്മൾ എപ്പോഴും പ്ലേസും ടൈമും പറയുമ്പോൾ കൺഫ്യൂസിങ് ആണ് പ്രപ്പോസിഷൻസിൽ. ഇന്നാണോ അറ്റാണോ ഓണാണോ എന്നുള്ളത്. ബിക്കോസ് ഈ ഇന്ന്, ഓണ്, അറ്റ് എന്ന് പറയുന്നത് പ്ലേസും ടൈമും ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, പ്രപ്പോസിഷൻസ് ദാറ്റ് ആർ നോട്ട് നീഡഡ്. അതായത് പ്രപ്പോസിഷൻസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടാത്തത്. സാധാരണയായിട്ട് മിസ്റ്റേക്ക് വരുന്ന 2-3 പ്രപ്പോസിഷൻസ് മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അവർ പ്രോജക്റ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ അബൌട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രപ്പോസിഷനാണ്. പക്ഷേ ഈ പ്രപ്പോസിഷൻ ഇവിടെ യൂസ് ചെയ്യണോ വേണ്ടയോ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ അബൌട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അൺനെസസറി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് അബൌട്ട് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഈ ഡിസ്കസ് എന്ന് പറയുന്നത് എന്താണ്, ടു ടോക്ക് അബൌട്ട് സംതിങ്. ഓൾറെഡി നമ്മളിവിടെ പറയുന്നുണ്ടല്ലേ, ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഈ അബൌട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു അൺനെസസറി ആയിട്ടുള്ളൊരു പ്രപ്പോസിഷനാണ്. അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു റിഡൻഡൻറ്റ് വേർഡാണ്. റിഡൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ അൺനെസസറി ആയിട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്നതിന് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡിസ്കസ് എന്ന് വരുമ്പോൾ നമ്മൾക്ക് അവിടെ പോയിട്ട് അബൌട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്കസ് എന്ന് ഓൾറെഡി മെയിൻ ചെയ്യുന്നത് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാമെന്നാണ്. സോ അബൌട്ട് എന്ന് പറയുന്നത് സെയിമാണ്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ രണ്ടും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, വി നീഡ് ടു ഡിസ്കസ് അവർ പ്രോജക്റ്റ് എന്നാണ് പറയേണ്ടത്. ഇവിടെ അബൌട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വി നീഡ് ടു ഡിസ്കസ് യുവർ പ്രോഗ്രസ്, അബൌട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് ഡിസ്കസ് ദ സൊല്യൂഷൻ ഇൻ ഡീറ്റെയിൽ. ദേ ഡിസ്കസ്ഡ് ദ വെക്കേഷൻ പ്ലാൻസ് ലാസ്റ്റ് നൈറ്റ്. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ഡിസ്കസ് വന്നതുകൊണ്ട് നമ്മളിവിടെ അബൌട്ട് ക്യാൻസൽ ചെയ്യാണ് ചെയ്തത്. നേരെ പോയിട്ട് നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. ഇനി അതേസമയം ഇപ്പോൾ ടോക്ക്, ഇപ്പോൾ നമുക്ക് ഈ അബൌട്ട് യൂസ് ചെയ്യാം. അതെപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കസിന് പറഞ്ഞ ടോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അബൌട്ട് യൂസ് ചെയ്യാം. അതായത് വി നീഡ് ടു ടോക്ക് അബൌട്ട് യുവർ പ്രോജക്റ്റ്, വി നീഡ് ടു ടോക്ക് അബൌട്ട് യുവർ പ്രോഗ്രസ്, let's talk about the solution in detail. They talked about their vacation last night. So
ടോക്ക് യൂസ് ചെയ്യാം. എബൌട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോക്ക് യൂസ് ചെയ്യാം. ബട്ട് ഡിസ്കസ് എന്ന് പറയുമ്പോൾ ഡിസ്കസും ഡിസ്കസ് എബൌട്ട് എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് അൺനെസസറി. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ എൻറ്റേർഡ് ഇൻ ടു ദ ഹാൾ. ഇവിടെ എൻറ്റേർഡ് ഇൻ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മീൻ ചെയ്യുന്നത് എന്തെങ്കിലും ഉള്ളിലേക്ക് കിടന്നു എന്നാണ് അല്ലേ, ഇൻ ടു ആണ്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ എന്താണ് ടു ഗോ ഓർ കം ഇൻ ടു എ പ്ലേസസ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവേ വരെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ പറയുന്ന എൻറ്റർ യൂസ് ചെയ്യാം. സോ എൻറ്റർ എന്ന് മീൻ ചെയ്യുന്നത് ഓൾറെഡി ഇറ്റ്സ് മീൻ ഇൻ ടു അല്ലേ, ഓൾറെഡി ഉള്ളിലേക്ക് പോകുന്നു എന്ന് മീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇൻ ടുവിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, സോ ഇൻ ടു എന്ന് പറയുന്നതും ഇവിടെ റിഡൻഡൻ്റ് ആണ്, അതായത് എക്സ്ട്രാ ആണ്, അൺനെസസറി ആണ്. സോ വി ഡോണ്ട് വാണ്ട് ടു യൂസ് ദിസ് ഇൻ ടു ഇൻ ദിസ് സെൻറ്റൻസസ്. നമുക്ക് സാധാരണ എൻറ്റർ മാത്രം യൂസ് ചെയ്താൽ മതി. സോ അത് ഈ ഷീ എൻറ്റേർഡ് ഇൻ ടു ദ ഹാൾ എന്ന് പറയുന്നത് ഈ തെറ്റായ വേർഡിനെ നമുക്ക് കറക്റ്റ് ആക്കാം. ഷീ എൻറ്റേർഡ് ദ ഹാൾ എന്ന് പറയാം. ഇൻ ടുവിനെ അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷീ എൻറ്റേർഡ് ദ ഹൗസ് ക്വൈറ്റ്ലി ആസ് ഷീ വാസ് ലേറ്റ്. I entered the room and found that everyone had left. He entered the wrong password. So ഇവിടെ ഒന്നും നമ്മൾക്ക് എന്താണ് into യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി മീൻസ് into ഓൾറെഡി മീൻ ചെയ്യുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കിടന്നു വന്ന എൻറ്ററും അതിനെ തന്നെയാണ് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഐ വോണ്ട് ടു ഓർഡർ ഫോർ എ പിസ്സ. സോ ഇവിടെ ഓർഡർ ഫോർ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഓർഡർ ഫോർ എന്ന് മിസ്റ്റേക്കാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓർഡർ എന്ന് പറയുന്നത് എന്താ, ഒരു ട്രാൻസിറ്റീവ് വേർബാണ് ഇവിടെ അല്ലേ. കാരണം ഇവിടെ ഒരു എന്താണ് ഒബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു ഓർഡർ ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. സോ ഈ ഓർഡർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഫുഡോ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൊണ്ട് തരാൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഓർഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിസ്സ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ് ഈ ഒരു സെൻറ്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. സോ നമ്മൾ ഒരിക്കലും നമുക്ക് എന്താണ് ഈ ഓർഡർ ഫോർ എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഓർഡർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ വാണ്ട് ടു ഓർഡർ എ പിസ്സ എന്ന് പറഞ്ഞാൽ മതി. എനിക്കൊരു പിസ്സ ഓർഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ വാണ്ട് ടു ഓർഡർ എ പിസ്സ എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നു പറയണം. അപ്പം ഞാൻ ഫോറിൻ്റെ ആവശ്യമില്ല, ഫോറും അൺനെസസറി ആയിട്ട് വരുന്നതാണ്. ഇനി ഓർഡർ ഫോർ നമ്മൾക്ക് യൂസ് ചെയ്യാം. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറൊരാൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഫോർ യൂസ് ചെയ്യാം. യു ക്യാൻ യൂസ് ഓർഡർ ഫോർ വെൻ ഓർഡറിങ് ഫോർ സമ്മൺ എൽസ്. വേറൊരാൾക്ക് നമ്മൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഫോർ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് ടു ഓർഡർ ഫോർ മൈ ബോസ്. ഹി വാണ്ട്സ് ചിക്കൻ സാൻഡ്വിച്ച്. കണ്ടോ, ഞാൻ എൻ്റെ ബോസിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഓർഡർ ഫോർ എന്ന് യൂസ് ചെയ്തത്. ഇനി ക്യാൻ യു ഓർഡർ എ ന്യൂ ഫോൺ ഫോർ മീ. സോ ഓർഡർ ഫോർ, നീ എനിക്കൊരു പുതിയൊരു ഫോൺ വാങ്ങിച്ചു തരുമോ, ഓർഡർ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ വേറൊരാൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർഡർ ഫോർ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ഓർഡർ ഫോർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ ഫോർ എന്ന് പറയുന്നത് അവിടെ അൺനെസസറിയാണ് ഓർഡർ ആയിട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്കായിട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർഡർ എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. അതായത് റോങ് പ്രപ്പോസിഷൻ ചോയ്സസ്. സാധാരണ എല്ലാവരും തെറ്റായിട്ടുള്ള ചോയ്സസ് ആണ് എടുക്കാറ് പ്രപ്പോസിഷൻ്റെ കേസിൽ, സെൻറ്റൻസിലേക്ക് വരുമ്പോൾ അല്ലേ. അപ്പോൾ അത് നമ്മൾക്കിന്ന് മാറ്റാം. സാധാരണ ഒരു ഫസ്റ്റ് വരുന്ന മിസ്റ്റേക്കാണ് വിത്ത് വെച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഷീ ഈസ് മാരീഡ് വിത്ത് എ ബിസിനസ് മാൻ. ഇവിടെ മാരീഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഓക്കെ, അതായത് നമ്മൾ ഒരിക്കലും അവിടെ വിത്ത് അല്ല യൂസ് ചെയ്യേണ്ടത്, ടു എന്നാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ, മാരീഡ് ടു എന്ന് പറയുന്നത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഫ്രേസ് ആണ്. ഓക്കെ, ഓൾറെഡി ഒരു ഫിക്സഡ് ഫ്രേസ് ആണ് മാരീഡ് ടു എന്ന് പറയുന്നത്. മാരീഡ് വിത്ത് നമ്മൾ യൂസ് ചെയ്യില്ല. സോ അപ്പോൾ നമ്മൾ അതെങ്ങനെ സെൻറ്റൻസിലേക്ക് വരും, ഷീ ഈസ് മാരീഡ് ടു എ ബിസിനസ് മാൻ എന്നാണ് വരിക. വിത്ത് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം മാരീഡ് ടു മൈ കോളേജ് ഫ്രണ്ട്. ദേ ഹാവ് ബീൻ മാരീഡ് ടു ഈച്ച് അതർ ഫോർ 10 years. സോ അപ്പോഴും മാരീഡ് ടു യൂസ് ചെയ്യുക, മാരീഡ് വിത്ത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതൊരു റോങ് ചോയ്സസ് ആണ്. ആൻഡ് വേറൊരു എക്സാമ്പിൾ, ദിസ് ടേസ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേലും ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ദാൻ എന്ന് പറഞ്ഞ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ ദാനിൻ്റെ ആവശ്യമില്ല ശരിക്കും. കാരണം ഈ ഡിഫറെൻ്റ് എന്ന് പറയുന്നത് ഒരു കമ്പറേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്.
സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഡിസ്റ്റിങ്ക്റ്റ്, അതായത് നമ്മൾ ഒന്നും മറ്റൊന്നിനോട് കമ്പയർ ചെയ്ത് പറയുന്നതാണ് ഓൾറെഡി അത് മീൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. സോ ദാൻ എന്ന് പറയുന്നതും മെയിൻലി വി ആർ യൂസിങ് ഫോർ കമ്പാരേറ്റീവ് അല്ലേ, ഒന്നും മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാനും നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ രണ്ടും കമ്പറേറ്റീവ് അഡ്ജക്റ്റീവ്സ് നമ്മൾക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ നമ്മൾക്ക് എന്താക്കാം, ദാൻ യൂസ് ചെയ്യേണ്ട. ദാൻ കൂടുതലും ഈ ഡിഫറെൻറ്റിൻ്റെ കൂടെ അല്ല കേട്ടോ യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ബിഗർ ദാൻ, ഫാസ്റ്റർ ദാൻ, മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ, യങ്ങർ ദാൻ, ഓൾഡർ ദാൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദാൻ യൂസ് ചെയ്യാം. പക്ഷേ ഡിഫറെൻറ്റിൻ്റെ കൂടെ നമ്മൾക്ക് ഈ പറയുന്ന ദാൻ യൂസ് ചെയ്യേണ്ട, ബിക്കോസ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാലും ഒരു കമ്പറേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്, ദാൻ എന്ന് പറഞ്ഞാലും അതെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടൊരു സെയിം ആയതുകൊണ്ട് തന്നെ വി ഡോണ്ട് വാണ്ട് ടു യൂസ് ദാൻ ഇൻ ഹിയർ. സോ ഡിഫറെൻറ്റ് എന്നുള്ളത് പകരം എന്താണ്, ദാനിന് പകരം നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഫ്രം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം ദിസ് ടീച്ചേഴ്സ് ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഐ എക്സ്പെക്റ്റഡ് എന്ന് പറയാം. This fabric is different from the one you mentioned. Your opinion is different from mine. This shirt color is different from what I ordered. അപ്പോൾ ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഡിഫറെൻറ്റ് ഫ്രം എന്ന് പറയാം, ഡിഫറെൻറ്റ് ദാൻ എന്ന് പറയണ്ട. ബിക്കോസ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, ഒന്നും മറ്റൊന്നിനോട് കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതാണ് കമ്പറേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ 3 എണ്ണമാണ് ഉള്ളത്, പോസിറ്റീവ്, കമ്പറേറ്റീവ്, സൂപ്പർലേറ്റീവ്. അതിൽ കമ്പറേറ്റീവ് ഡിഗ്രി ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റും ദാനും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫറെൻറ്റ് ഫ്രം എന്ന് യൂസ് ചെയ്താൽ മതി. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഷീ ഈസ് ഗുഡ് ഇൻ മ്യൂസിക്. ഇവിടെ അവൾ മ്യൂസിക്കിൽ ഭയങ്കര നല്ല കഴിവുള്ള ആളാണ്, മികച്ചവളാണ് എന്നുള്ള രീതി പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ് എന്ന് പറയുന്നത് അല്ല യൂസ് ചെയ്യേണ്ടത്, ശരിക്കും ഗുഡ് അറ്റ് എന്നാണ് പറയേണ്ടത്. കാരണം നമുക്കൊരു സ്കില്ലുണ്ട്, ആ ഒരു സ്കില്ലിൽ നമ്മൾ ഭയങ്കര ഭയങ്കര കഴിവുള്ളവളാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്കില്ലിലേക്കാണ് അല്ലേ, ഒരു സ്കില്ല്, ഒരു എക്സാക്ട് സ്കില്ല് നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാക്ട് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ അറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഷീ ഈസ് ഗുഡ് അറ്റ് മ്യൂസിക് എന്നാ പറയുക. അതുപോലെ ഹി ഈസ് ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ, ദേ ആർ ഗുഡ് അറ്റ് സോൾവിങ് പസിൽസ്, യു ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. സോ ഇപ്പോൾ നമ്മളൊരു എക്സാക്റ്റ് സാധനത്തിൽ നമ്മൾ ഭയങ്കര കഴിവുള്ളവളാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇംഗ്ലീഷ്, സോൾവിങ് പസിൽസ്, ഫുട്ബോൾ, മ്യൂസിക്, ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സാക്റ്റ് സാധനത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ കഴിവുള്ളവളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സാക്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അറ്റാണ് യൂസ് ചെയ്യേണ്ടത്, ഒരിക്കലും ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ തേർഡ് വൺ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് കൺഫ്യൂസിങ് ടൈം ആൻഡ് പ്ലേസ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അല്ലേ, ഒരു ടൈം പറയുമ്പോഴും ഒരു പ്ലേസ് പറയുമ്പോഴും അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇന്നാണോ, അറ്റാണോ, ഓണാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളിന്ന് അതാണ് ലാസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ഹവ് ബീൻ ഹിയർ സിൻസ് 5 years. ഇവിടെ സിൻസ് എന്ന് പറയുന്നത് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ സെൻറ്റൻസ് ആണ്. കാരണം ഈ സിൻസ് എന്ന് പറയുന്ന സംഭവമല്ല നമ്മളോട് യൂസ് ചെയ്യേണ്ടത്. കാരണം ഈ സിൻസ് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, മുതൽ എന്നാണ്, ഇത്ര നാൾ മുതൽ എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഈ സിൻസ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ വി ക്യാൻ യൂസ് ദി സിൻസ്. ഇത്ര നാൾ മുതൽ ഇത്ര നാൾ വരെ എന്നുള്ള പറയില്ല. അപ്പം മുതൽ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം മാത്രമാണ് ഇവിടെ സിൻസ് യൂസ് ചെയ്യേണ്ടുള്ളൂ. പക്ഷേ ഇവിടെ സിൻസ് യൂസ് ചെയ്തത് തെറ്റായിട്ടുള്ളൊരു ഇതാണ്. കാരണം എന്താ, ഈ സിൻസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഡ്യൂറേഷൻ കാണിക്കുന്നുണ്ട് 5 years എന്നുള്ളത് അല്ലേ. സോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 5 years ആണ്. സോ അതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണോ, അല്ല അല്ലേ. സോ അപ്പോൾ നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം, ഇങ്ങനെ ഡ്യൂറേഷൻസ് വരുമ്പോൾ സിൻസിന് പകരമായിട്ട് നമുക്ക് 4 യൂസ് ചെയ്യാം. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 5 years എന്ന് പറയാം. സോ കറക്റ്റ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, സിൻസ് അല്ല. സോ 4 നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരു ടൈമിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ കാണിക്കുമ്പോൾ 4 യൂസ് ചെയ്യാം. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പറയുമ്പോൾ സിൻസ് യൂസ് ചെയ്യാം. അതാണ് 4ഉം സിൻസും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇതിലെല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്, അവിടെ സിൻസ് ആണോ അതോ 4 ആണോ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ 4 ആണ് വേണ്ടത്, സിൻസ് അല്ല. ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിൻസ് യൂസ് ചെയ്യാം.
ഇനി നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ വിത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സിൻസ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾസ്. ഐ ബീൻ ഹിയർ സിൻസ് 2020. ഞാനിവിടെ വന്നിട്ട് 2020 മുതൽ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ മുതൽ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സിൻസ് യൂസ് ചെയ്യാം. ഷി ഹസ് ബീൻ വെയിറ്റിംഗ് ഹിയർ സിൻസ് 9 AM. They have been friends since they were children. ഇനി 4 വെച്ചിട്ടാണെങ്കിലോ I've been here for 5 years. So 5 years is the duration of time. അതുകൊണ്ട് 4 യൂസ് ചെയ്തു. She has been waiting for 2 hours. 2 hours is the duration of time. So we are using here 4. They have been waiting friends for a long time. So long time is also a duration shows. So അതുകൊണ്ട് നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം? 4 യൂസ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് മിസ്റ്റേക്സ് വരുന്നത് ഇന്നിലാണ് അല്ലേ. ഓൺ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇന്ന് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഐ വിൽ കോൾ യു ഇൻ മൺഡേ. ഇവിടെ ഇന്നെന്ന് പറയുന്ന സംഭവം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ മൺഡേ എന്ന് പറയുന്നത് എന്താ, ഒരു എക്സാക്റ്റ് വീക്കിലെ ഒരു സ്പെസിഫിക് ഡേയിൻ്റെ നെയിമാണ് മൺഡേ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ വീക്ക് ഡേയ്സുകൾ പറയുമ്പോൾ ഇന്നല്ല ഇതിൻ്റെ തൊട്ട് മുമ്പിൽ യൂസ് ചെയ്യേണ്ടത്, ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് നമ്മളൊരു സ്പെസിഫിക് ഡേ ഓഫ് ദ വീക്ക് ആയതുകൊണ്ടാണ് ഓൺ യൂസ് ചെയ്യുന്നത്. ഓൺ മൺഡേ, ഓൺ ട്യൂസ്ഡേ, ഓൺ വെനസ്ഡേ, ഓൺ തേഴ്സ്ഡേ. സോ ഇവിടെയൊക്കെ വരുമ്പോൾ ഓൺ യൂസ് ചെയ്യുക. ഇന്ന് യൂസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മന്ത്, ഇയേഴ്സ്, ഡെക്കേഡ്സ് ഒക്കെ പറയുമ്പോഴാണ് ഇൻ യൂസ് ചെയ്യുക. അല്ലാത്തടത്ത് കൊണ്ടുപോയിട്ട് ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മന്തുകൾ ഇൻ ജാനുവരി അങ്ങനെയൊക്കെ പറയാം. അതുപോലെ ഇൻ 2020 ഇയേഴ്സ് പറയാം, ഡെക്കേഡ്സ് പറയാം. ഇനി അറ്റ് വരുമ്പോഴോ നമ്മൾ എക്സാക്റ്റ് ടൈം പറയുമ്പോൾ യൂസ് ചെയ്യാം. ഈ ഇന്നും ഓണും മറ്റും എക്സാക്റ്റ് ടൈമും മാത്രമല്ല കേട്ടോ, എക്സാക്റ്റ് പ്ലേസ് ഇൻഡിക്കേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ അറ്റ് വരുമ്പോൾ എക്സാക്റ്റ് ടൈം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പ്ലേസിലേക്ക് വരുമ്പോൾ എക്സാക്റ്റ് പ്ലേസും യൂസ് ചെയ്യാം അറ്റിൽ. അപ്പോൾ നമ്മളിവിടെ ടൈമാണ് പറഞ്ഞത് അല്ലേ. സോ അറ്റ് എക്സാക്റ്റ് ടൈം വരുമ്പോൾ അറ്റ് യൂസ് ചെയ്യാം. ഐ വിൽ കോൾ യു ഓൺ മൺഡേ. ഇവിടെ കണ്ടോ, മൺഡേ ഇസ് എ സ്പെസിഫിക് ഡേ ആണ് അല്ലേ. ഒരു വീക്കിലെ സ്പെസിഫിക് ഡേ പറയുന്നത് കൊണ്ട് ഓൺ യൂസ് ചെയ്തു. മൈ ബർത്ത്ഡേ ഈസ് ഇൻ നവംബർ. ഇവിടെ മന്ത് ആയതുകൊണ്ട് ഇൻ യൂസ് ചെയ്തു. ദ മീറ്റിംഗ് ഇസ് അറ്റ് 3 PM. ഇവിടെ എക്സാക്റ്റ് ടൈം ആയതുകൊണ്ട് അറ്റ് യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ നൈറ്റ് എന്ന് പറയുമ്പോൾ ഐ സ്റ്റഡി ഇൻ നൈറ്റ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഇന്നെന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അതായത് നമ്മൾ ഈ നൈറ്റ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ദിവസത്തിൻ്റെ വേറൊരു ഭാഗത്തിനെയാണ് ഈ നൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇന്നല്ല അവിടെ യൂസ് ചെയ്യേണ്ടത്, എന്താണ് യൂസ് ചെയ്യേണ്ടത്, അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഐ സ്റ്റഡി ഇൻ ദ മോർണിംഗ്, ഐ സ്റ്റഡി ഇൻ ദ ആഫ്റ്റർനൂൺ, ഐ സ്റ്റഡി ഇൻ ദ ഈവനിങ്. ഇതൊക്കെ പറയുമ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ് എന്നൊക്കെ പറയാം. പക്ഷേ നൈറ്റ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഐ സ്റ്റഡി അറ്റ് നൈറ്റ്, it gets cold at night, they hear noises at the night, the stars shine brightly at night. സോ അപ്പോഴും നൈറ്റ് പറയുമ്പോൾ അറ്റ് തന്നെ യൂസ് ചെയ്യുക. ഒരു ദിവസം തീരാനായൊരു ഭാഗമാണ് അല്ലേ. സോ അപ്പോൾ ഒരു എക്സാക്റ്റ് ആയതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ വേറെ ഒന്നുമില്ല അല്ലേ നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് തന്നെ യൂസ് ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ ഓണിൻ്റെ കേസ് വരുമ്പോൾ ഇപ്പോൾ ഹി ഈസ് ഗെറ്റിംഗ് ഓൺ ദ കാർ എന്ന് പറയുന്നു. ഓക്കെ, ഇവിടെ ഓൺ നല്ല യൂസ് ചെയ്യേണ്ടത് ശരിക്കും ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഹി ഈസ് ഗെറ്റിംഗ് ഇൻ ദ കാർ അല്ലെങ്കിൽ ഹി ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ കാർ എന്നാലും നമുക്ക് പറയാം. ഇൻ ടു എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റ് കാണിക്കാൻ, എന്തെങ്കിലും ഉള്ളിലേക്ക് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ടു യൂസ് ചെയ്യാം. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ റിവർ എന്ന് പറഞ്ഞാൽ എന്താ, ആ ബോയ് നദിയിലേക്ക് ചാടി എന്നാണ് അല്ലേ, ചാടുന്നു എന്ന് പറയുന്നു. സോ ആ ബോയ് പുറത്ത് നിന്നിട്ടും ഒരു റിവർ എന്ന് പറയുന്നത്, റിവറിലേക്ക് ചാടുമ്പോൾ നമ്മൾ സർഫസിലല്ല ഒരു എൻക്ലോസ്ഡ് പ്ലേസിലേക്കാണ് ചാടുന്നത് അല്ലേ. ചാടിക്കഴിഞ്ഞാൽ ഉള്ളിലേക്കാണ് പോകുക. അതുകൊണ്ടാണ് അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, പുറത്തു നിന്നും ഉള്ളിലേക്ക് ചാടുന്നു. അതുകൊണ്ടാണ് ഇൻ ടു യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ മൂവ്മെൻറ്റ് കാണിക്കാനായാലും ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഇൻ ടും യൂസ് ചെയ്യാം. ആൻഡ് ഇന്നെന്ന് പറഞ്ഞാലും ഉള്ളിൽ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഓൺ യൂസ് ചെയ്തത് റോങ് ആണ്. ഓക്കെ, അതായത് ഇവിടെ ഇന്ന് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നടക്കാനോ അല്ലെങ്കിൽ തിരിയാനോ ഒന്നും പറ്റൊന്നുമില്ല അല്ലേ. വി ആർ ജസ്റ്റ് സിറ്റിംഗ് ഇൻ ദ കാർ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക, ജസ്റ്റ് ട്രാവൽ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രാൻസ്പോർട്ട്സുകൾ വരുമ്പോൾ ഇന്ന് യൂസ് ചെയ്താൽ മതി. ഇനി
നമ്മൾ എപ്പോഴാണ് ഗെറ്റ് ഓൺ എന്നുള്ള സംഭവം യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ വലിയ ട്രാൻസ്പോർട്ട്സ് വരൂലേ, അതായത് വലിയ വലിയ വെഹിക്കിൾസ് ലൈക്ക് ഇപ്പോൾ എന്താണ് നമുക്ക് ഓടാനും നടക്കാനൊക്കെ പറ്റുന്നത്. ഇപ്പോൾ പ്ലെയിനിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും ഒക്കെ നമുക്ക് നടക്കാൻ പറ്റും, തിരിയാനൊക്കെ പറ്റും അല്ലേ. സോ അതുകൊണ്ട് നമ്മൾക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഓൺ യൂസ് ചെയ്യാം. ഗെറ്റ് ഓൺ എ ബസ്, ഗെറ്റ് ഓൺ എ ട്രെയിൻ, ഗെറ്റ് ഓൺ എ പ്ലെയിൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ട്രാൻസ്പോർട്ട്സ് വെഹിക്കിൾസുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വലുതും ചെറുതും ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് ഇന്നും ഓണും കറക്റ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റാന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ നമ്മുടെ എന്താണ് പറയുന്നത്, ഒരു ആണ്. ഓക്കെ, അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന കുറച്ച് ഗസ് ചെയ്യുക. ഈ സെൻറ്റൻസുകളിൽ എവിടെയാണ് കറക്റ്റ് പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നുള്ളൂ, ഗസ് ദ സെൻറ്റൻസ് റോങ് ഏതാണോ കറക്റ്റ് ഏതാണോ ആൻഡ് മിസ്റ്റേക്സ് അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഹി ഇസ് മാരീഡ് വിത്ത് എ നേഴ്സ്. ഐ എൻറ്റേർഡ് ഇൻ ടു ദ ഓഫീസ്. ഷി ഈസ് ഗുഡ് ഇൻ ഡാൻസിങ്. വി വിൽ മീറ്റ് ഇൻ മൺഡേ. ഐ ഹാവ് ലിവ്ഡ് ഹിയർ സിൻസ് 10 years. സോ ഇങ്ങനെ 5 എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനാണ്. അതായത് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാനും മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മളോടായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ആൻസർ ഇടുക. എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെന്ന് ചോദിക്കാം, ഞാൻ അത് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.